സ്റ്റഡി ടൈം ടേബിൾ ആണ്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം SSLC എക്സാം മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഒരു മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പഠിക്കാനാണെങ്കിൽ 100-ൽ പരം ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സ്റ്റഡി ലീവ് വരട്ടെ അപ്പോൾ പഠിച്ചു തീർക്കാം എന്ന് പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഒരിക്കലും സ്റ്റഡി ലീവിലേക്ക് നിങ്ങളുടെ പഠനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് തീർക്കാനാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും സ്കൂളുണ്ട് അല്ലേ. അപ്പോൾ സ്കൂളിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങളെ ആ രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള ഒരു കിടിലൻ ടൈം ടേബിളാണ് ഞാനിപ്പോൾ ഇന്നിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ കുറേ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തേണ്ടതായിട്ടില്ല. കുറച്ച് നേരത്തെ എണീക്കുക, കുറച്ച് ലേറ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ 5:15 നിങ്ങൾ എണീക്കണം. നിങ്ങൾ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കറക്റ്റ് 5:00 നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുക. അപ്പോൾ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ആ ടേബിളിൽ നിങ്ങൾ കുടിക്കാൻ കുറച്ച് വെള്ളം കൂടെ കൊടുന്ന് വെക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളത്തിന് ദാഹിക്കും, നമ്മൾ പോകും, പിന്നെ ആകെ മൊത്തം ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ 5:30 നമ്മൾ ടേബിളിൽ വന്നിരിക്കുന്നു. 7:30 വരെ കറക്റ്റ് നമ്മൾ പഠിക്കുകയാണ്. നമുക്ക് 2 സബ്ജക്റ്റ് ഈ സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ചൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഈ ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം രാവിലെ പൊതുവെ ഗ്രാസ്പിംഗ് പവർ കുറച്ച് കൂടുതലായിരിക്കും. ഇനി നമ്മൾ 7:30 നമ്മൾ ജസ്റ്റ് ബ്രേക്ക് എടുക്കുകയാണ്. 8:30 വരെ നമുക്ക് ബ്രേക്കാണ്. അതായത് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. പ്ലസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു അല്ലേ. എന്നിട്ട് 5 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. 5 മണി മുതൽ 5:30 വരെ നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നാക്ക് ടൈമും കൂടിയാണ്. നിങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആവുക. ദെൻ നമ്മൾക്ക് 5:30 മുതൽ 6 മണി വരെ നിങ്ങൾ റിലാക്സിങ് ടൈമാണ്. അവിടെ നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം, വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ നിങ്ങൾക്ക് ആ സമയത്ത് യൂസ് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് 6 മണിയാകുമ്പോൾ നിങ്ങൾ ടേബിളിൽ വന്നിരിക്കുക. 8 മണി വരെ പിന്നെ നിങ്ങളെ സ്റ്റഡി ടൈമാണ്. അപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 2 സബ്ജക്റ്റുകളെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ട് 8 മണി മുതൽ 8:30 വരെ നിങ്ങളുടെ ഡിന്നർ ടൈമാണ്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. പഠനത്തോടു കൂടെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ 8:30 വീണ്ടും നമ്മൾ വന്നിരിക്കുന്നു. 9:30 വരെ നമ്മൾ പഠിക്കുകയാണ്. ദെൻ 9:30 മുതൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ്. നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ സ്കൂൾക്കും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ നമുക്ക് 9:30 ശേഷം പഠിക്കാം. 9:30 എന്നുള്ള സമയം എടുത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സ്കൂളിൽ അന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ രാത്രി പഠിക്കുമ്പോൾ ലേറ്റ് ആയാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ നമുക്ക് ഹോം വർക്കുകളൊക്കെ ചെയ്യാണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്ത് തീർത്തതിന് ശേഷം 11:30 ആകുമ്പോൾ മാക്സിമം 11:30 വരെ നിങ്ങളത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കിടക്കാൻ പോവുക. 11:30 നിങ്ങളുടെ ബെഡ് ടൈമാണ്. അതിനുശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് നേരം ഉറങ്ങിയിട്ട് കറക്റ്റ് 5:15 നിങ്ങൾ എണീക്കുന്നു. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLCയിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ ചാപ്റ്റേഴ്സിലും നിങ്ങളുടെ ടോപ്പിക്കുകളിലും നിങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാനും പറ്റും. അത് നിങ്ങൾ ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇതുപോലെ ഒരു ബുക്ക് എടുത്തിട്ട് ഒരു കുഞ്ഞു ബുക്ക് കരുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൻ്റെ തന്നെ ഒരു സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ടോപ്പിക്കിൻ്റെ ഹെഡിങ് മാത്രം മതി, ഫുൾ ടോപ്പിക് ഒന്നും എഴുതി ആകെ വെറുപ്പിക്കരുത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കളർ പെന്നുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ രസകരമായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുമല്ലോ. ഇപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന സൗണ്ട് വേവ് നമ്മുടെ ഫിസിക്സിലെ 1ാമത്തെ പാഠമാണ്. അതിലെ എല്ലാ ടോപ്പിക്കുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. നേച്ചർ ഓഫ് സൗണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട്, എക്കോ, റിവർബറേഷൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം തന്നെ ഇവിടെ ടിക്ക് ഇടുക. അപ്പോൾ നമുക്ക് എന്താവും എന്നറിയോ, ഒരു ടിക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറയും രണ്ടാമത്തേത് നമുക്ക് ടിക്ക് ഇടാൻ. അപ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും. അങ്ങനെ നമുക്കൊരു സാറ്റിസ്ഫൈങ് എഫക്റ്റ് തോന്നും ഇതൊക്കെ ഇങ്ങനെ ടിക്കിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അത് മാത്രമല്ല എല്ലാം ടിക്കിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്ര ദിവസം ഞാൻ പഠിച്ചോ പഠിച്ചില്ലയോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേസ്റ്റ് ചെയ്തു, അങ്ങനെയൊന്നും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിലുള്ള സമയത്തെ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് തന്നെ നേടാൻ പറ്റും.